കര ഒരു 1990കളുടെ പശ്ചാത്തലത്തിലൊരുക്കിയ ഹീസ്റ്റ് ത്രില്ലർ ചിത്രമാണ്. സംവിധായകൻ വിഘ്നേഷ് രാജ, നായകനായി ധനുഷ്. കുടുംബത്തിന്റെ ഭൂമി ബാങ്ക് പിടിച്ചെടുത്തതിനെ തുടർന്ന് വീണ്ടും കുറ്റലോകത്തിലേക്ക് മടങ്ങേണ്ടി വരുന്ന ഒരു കള്ളന്റെ കഥയാണ് ചിത്രം പറയുന്നത്. എന്താണ് ചിത്രത്തിന്റെ ശക്തി? ധനുഷിന്റെ പ്രകടനമാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം. കരസാമി എന്ന കഥാപാത്രത്തിന്റെ സംഘർഷങ്ങളും വികാരങ്ങളും വളരെ സ്വാഭാവികമായി അവതരിപ്പിച്ചിരിക്കുന്നു. ആദ്യ പകുതിയിലെ ബാങ്ക് കവർച്ചയും അതുമായി ബന്ധപ്പെട്ട ടെൻഷൻ നിറഞ്ഞ രംഗങ്ങളും മികച്ച രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഗ്രാമീണ പശ്ചാത്തലവും 90കളിലെ കാലഘട്ടത്തിന്റെ അവതരണവും ശ്രദ്ധേയമാണ്. ജി.വി. പ്രകാശിന്റെ പശ്ചാത്തല സംഗീതം കഥയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. എവിടെയാണ് ചിത്രം പിന്നിലാകുന്നത്? രണ്ടാം പകുതിയിൽ കഥ കുറച്ച് പ്രവചിക്കാവുന്നതായി മാറുന്നു. ആദ്യ പകുതിയിൽ സൃഷ്ടിച്ച ആവേശത്തിന് തുല്യമായ ക്ലൈമാക്സ് നൽകുന്നതിൽ ചിത്രം പൂർണ്ണമായി വിജയിക്കുന്നില്ലെന്ന് പല നിരൂപകരും അഭിപ്രായപ്പെട്ടു. 161 മിനിറ്റ് ദൈർഘ്യം ചിലർക്കെങ്കിലും അല്പം നീണ്ടതായി തോന്നും. മലയാളികളുടെ അഭിമാനമായ സുരാജ് വെഞ്ഞാറമൂട് കറയിലെ പ്രകടനത്തിലൂടെ വീണ്ടും തന്റെ അഭിനയ മികവ് തെളിയിച്ചിരിക്കുകയാണ്. ശക്തമായ സ്ക്രീൻ പ്രസൻസും സ്വാഭാവികമായ അഭിനയവും കൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രം സിനിമയിലെ ശ്രദ്ധേയ ഘടകങ്ങളിൽ ഒന്നായി മാറുന്നു. ലഭിച്ച സ്ക്രീൻ സമയത്തിനുള്ളിൽ തന്നെ കഥാപാത്രത്തിന് ആവശ്യമായ ഗൗരവവും തീവ്രതയും നൽകാൻ സുരാജിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രകടനം സിനിമയ്ക്ക് കൂടുതൽ കരുത്തും വിശ്വാസ്യതയും നൽകുന്നുണ്ട്. സുരാജ് അവതരിപ്പിച്ച DSP ഭാരതൻ എന്ന പോലീസ് ഓഫീസർ കർശനതയും വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണ രീതിയും കൈമുതലാക്കിയ ഒരു ഉദ്യോഗസ്ഥനാണ്. കഥാപാത്രത്തിന് വലിയ സ്ക്രീൻ സമയം ലഭിക്കാത്ത സാഹചര്യത്തിലും തന്റെ സ്വാഭാവികവും മികവുറ്റതുമായ അഭിനയത്തിലൂടെ സുരാജ് ശക്തമായ സാന്നിധ്യം രേഖപ്പെടുന്നു. ചിത്രത്തിന്റെ പ്രമോഷൻ ഘട്ടം മുതൽ തന്നെ ഭാരതനെ ഗൗരവമേറിയതും അച്ചടക്കമുള്ളതുമായ ഒരു പോലീസ് ഓഫീസറായി അവതരിപ്പിച്ചിരുന്നു. കാരയിൽ ധനുഷ് തന്റെ കഥാപാത്രത്തെ ഏറെ നിയന്ത്രിതവും പക്വതയാർന്നതുമായ പ്രകടനത്തിലൂടെ അവതരിപ്പിക്കുന്നു. വികാരഭരിതമായ രംഗങ്ങളിലും തീവ്രത ആവശ്യമായ നിമിഷങ്ങളിലും അദ്ദേഹം കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷങ്ങളും വികാരങ്ങളും പ്രേക്ഷകരിലേക്ക് സ്വാഭാവികമായി എത്തിക്കുന്നു. അതിരുകടക്കാത്ത അഭിനയശൈലിയിലൂടെ കഥയുടെ ഗൗരവം നിലനിർത്താൻ ധനുഷിന് സാധിച്ചിട്ടുണ്ട്. കഥാപാത്രത്തിന്റെ വിവിധ മാനസികാവസ്ഥകൾ വിശ്വസനീയമായി അവതരിപ്പിക്കുന്നതിലൂടെ ചിത്രത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നായി അദ്ദേഹത്തിന്റെ പ്രകടനം മാറുന്നു. സുരാജും ധനുഷും ഒന്നിച്ചെത്തുന്ന രംഗങ്ങൾ ചിത്രത്തിന് പ്രത്യേക ഊർജം പകരുന്നു. DSP ഭാരതനായി സുരാജ് കർശനവും ഗൗരവമേറിയതുമായ സാന്നിധ്യം സൃഷ്ടിക്കുമ്പോൾ ധനുഷ് തന്റെ കഥാപാത്രത്തിന്റെ വികാരങ്ങളും സംഘർഷങ്ങളും തീവ്രമായി അവതരിപ്പിക്കുന്നു. ഇരുവരും നേർക്കുനേർ വരുന്ന നിമിഷങ്ങളിൽ അഭിനയത്തിന്റെ മികവ് വ്യക്തമായി അനുഭവപ്പെടുന്നു. സംഭാഷണങ്ങളിലും മുഖഭാവങ്ങളിലുമുള്ള സൂക്ഷ്മതകൾ രംഗങ്ങൾക്ക് കൂടുതൽ ഭാരം നൽകുന്നു. ചിത്രത്തിൽ ഇവരുടെ കോമ്പിനേഷൻ പ്രേക്ഷകർക്ക് ഓർമ്മിക്കപ്പെടുന്ന മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ഘടകങ്ങളിലൊന്നാണ്. മലയാളികളുടെ അഭിമാനമുയർത്തുന്ന പ്രകടനവുമായി സുരാജ് വീണ്ടും ശ്രദ്ധേയനാകുന്നു. സംവിധായകൻ വിഘ്നേഷ് രാജ കഥയെ മികച്ച നിയന്ത്രണത്തോടെയും തീവ്രതയോടെയും അവതരിപ്പിച്ചിരിക്കുന്നു. കഥാപാത്രങ്ങളുടെ വികാരങ്ങളും സംഘർഷങ്ങളും പ്രേക്ഷകരിലേക്ക് സ്വാഭാവികമായി എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സംവിധാന മികവ് വ്യക്തമാണ്. പോർതൊഴിൽ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ വിഘ്നേഷ് രാജ കാരയിലും തന്റെ കഴിവ് തെളിയിക്കുന്നു. സംഗീത സംവിധായകൻ G.V. പ്രകാശ് കുമാർ ഒരുക്കിയ പശ്ചാത്തല സംഗീതം ചിത്രത്തിന്റെ മൂഡും ത്രില്ലും ഉയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. വികാരഭരിതവും തീവ്രവുമായ രംഗങ്ങളിൽ സംഗീതം കഥയോട് ചേർന്ന് നിൽക്കുകയും സിനിമയുടെ അനുഭവം കൂടുതൽ സമ്പന്നമാക്കുകയും ചെയ്യും. ഛായാഗ്രാഹകൻ തേനി ഈശ്വർ പകർത്തിയ ദൃശ്യങ്ങൾ ചിത്രത്തിന്റെ കാലഘട്ടവും അന്തരീക്ഷവും മനോഹരമായി അവതരിപ്പിക്കുന്നു. ഓരോ ഫ്രെയിമിലും ദൃശ്യഭംഗിയും കഥയുടെ സ്വഭാവവും ഒത്തുചേരുന്നു. മൊത്തത്തിൽ ധനുഷിന് ശക്തമായ പ്രകടനം, സുരാജിന്റെ ശ്രദ്ധേയ സാന്നിധ്യം, വിഘ്നേഷ് രാജയുടെ മികവുറ്റ സംവിധാനം, G.V. പ്രകാശ് കുമാറിന്റെ അനുയോജ്യമായ സംഗീതം എന്നിവ കാരയെ ശ്രദ്ധേയമായൊരു സിനിമാനുഭവമാക്കി മാറ്റുന്നു.